ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നെതർലൻഡ്സിലെ അക്കോമഡേഷൻ സിറ്റുവേഷനെ പറ്റിയിട്ടും പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ടൂറും ഇവിടുത്തെ ഒരു എന്താ പറയുക അപ്പാർട്ട്മെൻറ്റ് ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തു, പിന്നെ എനിക്ക് ഇമെയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു റൂം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടുത്തെ അക്കോമഡേഷൻ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. സോ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ് എത്രയാണ്, പിന്നെ എനിക്കിവിടെ ഞാൻ അക്കോമഡേഷൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് €795 ആണ്. അത് ഇത്തിരി എക്സ്പെൻസീവാണ്, ഇത്തിരിയല്ല നല്ല എക്സ്പെൻസീവാണ്. ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് ചുമ്മാ 795 അങ്ങ് പേ ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ 795 ഓൾ ഇൻക്ലൂസീവ് റെൻ്റാണ്. എനിക്ക് വാട്ടർ, വേസ്റ്റ് എല്ലാം ഓൾ ഇൻക്ലൂസീവായിട്ട് വരുന്നതാണ്, ഇലക്ട്രിസിറ്റി, വൈഫൈ എല്ലാം. പിന്നെ എനിക്ക് റെൻറ്റ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നെതർലൻഡ്സിൽ ഇൻകം കുറവായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു റെൻറ്റ് അലവൻസ് ആണ്, ഒരു സബ്സിഡി പോലെയൊക്കെ പറയാം. അപ്പോൾ എനിക്ക് മാസം തോറും €395 എനിക്ക് റെൻറ്റ് അലവൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഫക്റ്റീവ്ലി 390 സംതിങ് പേ ചെയ്താൽ മതി. 799 മൈനസ് 395, സോ ഇറ്റ് ഈസ് 404. Okay, so that is my rent. 795 minus 399. 399 ആണ് എൻ്റെ 795 ആണ് എൻ്റെ റെൻറ്റ്. 399 ആണ് എനിക്ക് അലവൻസ് കിട്ടുന്നത്. ടു മച്ച് മാത്സ്. അപ്പോൾ ഓക്കെ, എനിവേസ് 390 സംതിങ് എനിക്ക് അലവൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് എല്ലാവർക്കും റെൻറ്റ് അലവൻസ് ചുമ്മാ അങ്ങ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അതിന് കുറേ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ റെൻറ്റ് അലവൻസ് വരുന്നത് നിങ്ങളുടെ ഏജ് എബവ് 23 ആയിരിക്കണം. നിങ്ങളൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതായിരിക്കണം. ഒറ്റയ്ക്കല്ലെങ്കിൽ നിങ്ങളുടെ വിത്ത് പാർട്ട്ണർ ആയിട്ടും താമസിക്കാം. പക്ഷേ 2 പേരുടെയും ഇൻകം ലെസ് ദാൻ €30,000 ആയിരിക്കണം, ആനുവൽ ഇൻകം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജോലി ഇവിടെ പാർട്ട് ടൈം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇതും ഇല്ല, നിങ്ങൾക്ക് എന്തായാലും 30,000 കിട്ടില്ല. അതുകൊണ്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഫുൾ ടൈം ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഒരു ഓപ്ഷൻ അല്ല, അത് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് സ്റ്റുഡൻസിനുള്ളതാണ്. പിന്നെന്താണ്, നിങ്ങൾ നിങ്ങളുടെ കിച്ചൺ, ബാത്റൂം ഇതൊന്നും ആരുമായിട്ടും ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ നിങ്ങൾ പാർട്ട്ണർ വരുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം, പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ദെൻ അഗെയിൻ നിങ്ങളുടെ 2 പേരുടെ ഇൻകം ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ഒരാളായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ഒരാളുടെ ഇൻകം ലെസ് ദാൻ €30,000 ആയിരിക്കണം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ പേര് വരുന്നത് ഹ്യൂർട്ടോസ്ലാഹ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്താൽ അതിൽ ഫുൾ ക്രൈറ്റീരിയ പറയും, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന ഏജ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. സോ ദാറ്റ് മൈ റെൻറ്റ് ഇസ് അറൗണ്ട് 390 സംതിങ്. ഞാൻ 795 ഞാൻ പേ ചെയ്യും. പക്ഷേ എനിക്ക് എല്ലാ മാസവും 20-ാം തീയതി എനിക്ക് €399 എനിക്ക് ഗവൺമെൻറ്റിൻ്റെ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ വരും. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ആവറേജ് റെൻറ്റ് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് ആക്ച്വലി. ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സിറ്റി. നിങ്ങളിപ്പോൾ ആംസ്റ്റർഡാം, യൂട്രെക്റ്റ്, റോട്ടർഡാം ഇതുപോലത്തെ വലിയ സിറ്റീസിലാണ് പോകുന്നതെങ്കിൽ അവിടെ റെൻറ്റ് ഒബ്വിയസ്ലി കൂടുതലായിരിക്കും. നമ്മളെപ്പോലത്തെ സ്റ്റുഡൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര റെൻ്റ് ആയിരിക്കും. പിന്നെ നിങ്ങളിപ്പോൾ കുഞ്ഞ് സിറ്റീസ് ലൈക്ക് ലിയോവാർഡൻ, എൻസ്കെരെ, ലൈഡൻ അല്ലെങ്കിൽ ഡെൽഫ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇങ്ങനത്തെ കുഞ്ഞ് സിറ്റീസിലാണ്, അതിൻ്റെ അടുത്താണ് നിങ്ങൾ ഒരു അക്കോമഡേഷൻ നോക്കുന്നതെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബട്ട് ദെൻ അഗെയിൻ ഇറ്റ് ഡിപ്പെൻസ്. പിന്നെ നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു €350-390 റൂം വരുമ്പോൾ ഒരു 10 മീറ്റർ സ്ക്വയർ കുഞ്ഞു റൂമായിരിക്കും, കുഞ്ഞു ബെഡ്. പിന്നെ നിങ്ങൾക്കൊന്ന് നടക്കാനൊക്കെ ഉള്ള സൗകര്യം കാണത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ടേബിൾ കാണും, ചിലപ്പോൾ കാണത്തില്ല. സോ ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പോൾ ഒരു 25 മീറ്റർ സ്ക്വയറിൻ്റെ ഒരു റൂമാണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ ഇറ്റ് ക്യാൻ വേരി ഫ്രം ലൈക്ക് €600 to €800. അതിൻ്റെ ഇടയ്ക്കായിരിക്കും റെൻറ്റ് വരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യം കാണും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചില റൂംസ് നിങ്ങൾ നോക്കുമ്പോൾ അത് ഫർണിഷ്ഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് മൂവ് ഇൻ വിത്ത് യുവർ ബാഗ്, നിങ്ങളുടെ സാധനങ്ങളുമായിട്ട് നിങ്ങൾക്ക് മൂവ് ഇൻ ചെയ്യാൻ പറ്റും. ചില റൂംസൊക്കെ ജസ്റ്റ് എന്താ പറയുക, അൺഫർണിഷ്ഡ് ആയിട്ടുള്ള റൂംസ് ആയിരിക്കും, ലൈക്ക് അപ്ഹോൾസ്റ്റേർഡ് റൂംസ് ആയിരിക്കും. അപ്ഹോൾസ്റ്റേർഡ് ഇൻ ദ സെൻസ് എന്താ പറയുക, ഹീറ്റിംഗ്, കൂളിംഗ് അതൊക്കെ കാണും, പിന്നെ കേർട്ടൻസ് അതൊക്കെ കാണും, അത്രേ കാണത്തുള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുവരണം.
അപ്പോൾ അങ്ങനെയുള്ള റൂമിനും റെൻറ്റ് ഇച്ചിരി കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ വന്ന ഉടനെ നിങ്ങൾ അതെല്ലാം കെട്ടിപ്പറക്കിയല്ലോ നാട്ടിൽ നിന്ന് വരുന്നത്, ഇവിടെ വന്നിട്ട് വാങ്ങാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള റൂംസ് ആയിരിക്കും സ്റ്റുഡൻസ് മിക്കവാറും നോക്കുന്നത്. അപ്പോൾ ചിലർ പിന്നെ പറയും റൂം ഫർണിഷ്ഡ് ആണ്, പക്ഷേ നിങ്ങൾ ഫേർണിച്ചർ നിങ്ങൾ പൈസ തന്ന് ഏറ്റെടുക്കണമെന്ന് പറയും. എന്നിട്ട് നിങ്ങൾ ആ റൂമിൽ നിന്ന് മാറുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ് വരുന്ന ആൾക്ക് നിങ്ങൾക്ക് ആ എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇറ്റ് മേക്സ് സെൻസ്, റൈറ്റ്? അപ്പോൾ എന്താ പറയുക, വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫേർണിച്ചർ എടുത്തിട്ട് പോകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ ആരും അങ്ങനെ ചെയ്യത്തില്ല. അവർ പോകുമ്പോഴേക്കും ആ റൂമിൽ നിന്ന് മാറുമ്പോൾ അടുത്ത ടെനൻ്റായിട്ട് വരുന്ന ആളുകൾ ഇതേ സെയിം എമൗണ്ട് ചാർജ് ചെയ്യാം ഫർണിച്ചറിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ട്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഇവിടെ ഭയങ്കര ഹൗസിങ് ക്രൈസിസ് ആണ് നെതർലൻഡ്സിൽ. അപ്പോൾ ഭയങ്കര റെൻറ്റ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഒരു അക്കോമഡേഷൻ നിങ്ങൾ റെൻറ്റിന് നോക്കുവാണെങ്കിൽ കിട്ടാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. സോ മൈ ഫസ്റ്റ് ടിപ്പ് ഇസ്, നിങ്ങൾ വരുന്നതിന് ഒരു 3 മുതൽ 6 മാസം വരെ, 3 to 6 months മുന്നേ നിങ്ങൾ അക്കോമഡേഷൻ നോക്കി തുടങ്ങണം. അപ്പോൾ അതെന്തിനാണ് ഈ 6 മാസം മുന്നേ നോക്കി തുടങ്ങുന്നതെന്ന് വെച്ചാൽ, യു ഹാവ് സം ബഫർ ടൈം. നിങ്ങളിപ്പോൾ 6 മാസം മുന്നേ നോക്കി അപ്പോഴേ നിങ്ങൾക്കൊരു റൂം കിട്ടത്തൊന്നുമില്ല. നിങ്ങൾ 6 മാസം മുന്നേ നോക്കുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തോ അല്ലെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോഴോ ഉള്ള റൂമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോഴേ തൊട്ട് നിങ്ങൾക്ക് റൂമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഒക്കെ എല്ലാം റിജക്റ്റ് ആവും, നിങ്ങൾക്ക് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ഫ്ലോയിൽ നിങ്ങളങ്ങ് വരും. കിട്ടാൻ ഇച്ചിരി സമയമെടുക്കും, കുറച്ച് റിജക്ഷൻ വന്നാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം എന്താ, 4-5 മാസം ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം കാണും. നിങ്ങൾ ഈ വരുന്നതിന് 1 മാസം മുന്നേ ഒക്കെ അക്കോമഡേഷൻ തപ്പി നടക്കുവാണെങ്കിൽ പിന്നെ റിജക്ഷനൊക്കെ വരുമ്പോൾ ആകെ ഡെസ്പായി, പിന്നെ ഭയങ്കര വിഷമവും ടെൻഷനും ഒക്കെ ആയിരിക്കും. സോ ഗിവ് യുവർ സെൽഫ് സം ബഫർ ടൈം. മിനിമം നിങ്ങളൊരു 3 months എങ്കിലും നിങ്ങൾ എന്തായാലും നിങ്ങൾ ബഫർ ടൈം വെച്ചിരിക്കണം. 3 months ഉറപ്പായിട്ടും വേണം. അപ്പോൾ ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിന് വരുന്നവരാണെങ്കിൽ, ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ഡൂയിങ്, ബട്ട് യു ഷുഡ് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് സെർച്ചിങ് ഫോർ എ റൂം റൈറ്റ് നൗ. ഇപ്പോഴേ നിങ്ങൾ തുടങ്ങുക. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സമയം കുറവാണ്. 3 months എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ടൈറ്റാണ്. എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ 3 months ഇസ് വെരി ടൈറ്റ്. ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അതിനിപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, ഇപ്പോൾ ഇൻ്റർനാഷണൽ എക്സ്പാറ്റ്സ് ആണെങ്കിലും ശരി, ഇപ്പോൾ സിംഗിളായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ വരുന്നവരാണെങ്കിൽ നിങ്ങൾ നേരത്തെ നോക്കി തുടങ്ങുക. അക്കോമഡേഷൻ ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഹിയർ ഇൻ ദ നെതർലൻഡ്സ്. പിന്നെ ജോലിക്ക് വരുന്നവർക്കാണെങ്കിൽ പിന്നെ കുറച്ച് അവരുടെ കമ്പനിയിൽ നിന്ന് കുറച്ച് ഹെൽപ്പ് വരും. പിന്നെ അല്ലാതെ അവർക്ക് ഇവിടെ ആരെങ്കിലുമൊക്കെ പരിചയമുള്ള ഫ്രണ്ട്സൊക്കെ കാണും. അപ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഇപ്പോൾ എന്നെപ്പോലെ ആരെയും പരിചയമില്ലാത്ത ഒരു രാജ്യം നോക്കി നെതർലൻഡ്സിൽ വന്ന ആൾക്കാരാണ് സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ, വരാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിറ്റ് ടഫ്, ബട്ട് ഹാങ് ഇൻ ദെയർ. നിങ്ങൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാൻ കിട്ടും. ചാൻസ് കൂടുതൽ കുറവെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കിട്ടും. ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടി വരും. പിന്നെ ഈ നേരത്തെ നോക്കെന്ന് പറയുമ്പോൾ എവിടെയാണ് നോക്കേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കില്ലേ? അപ്പോൾ നോക്കേണ്ട കുറച്ച് വെബ്സൈറ്റ്സ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ ഈസ് ക്യാമർനെറ്റ്. അപ്പോൾ ക്യാമർനെറ്റാണ് ഞാൻ യൂസ് ചെയ്തതും പിന്നെ എൻ്റെ ഈ ഫ്രണ്ട്സൊക്കെ ഒത്തിരി യൂസ് ചെയ്തിട്ടുള്ളത് ക്യാമർനെറ്റാണ്. പിന്നെ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഫണ്ട ഉണ്ട്. പിന്നെ പരേറിയസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള വെബ്സൈറ്റ് ഉണ്ട്. ഫണ്ടയിൽ ഞാൻ റൂംസ് ആയിട്ട് കണ്ടിട്ടില്ല, അപ്പാർട്ട്മെൻറ്റേ കണ്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട വിൽ ബി ഹെൽപ്ഫുൾ. അപ്പോൾ ഈ എക്സ്പാറ്റ്സിൻ്റെ കാര്യം, അഗെയിൻ ജോലിയൊക്കെ കിട്ടി വരുന്നവരാണെങ്കിൽ അവർക്ക് ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. അവർക്കൊരു 900 euros, ഒരു 1100 euros ഒക്കെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിന് പേ ചെയ്യാൻ കാണുമെങ്കിൽ ഫണ്ടയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ പരേറിയസും എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് പരേറിയസ് ഒക്കെ. സോ ദീസ് 3 വെബ്സൈറ്റ്സ് യു ക്യാൻ സെർച്ച്. പിന്നെ ക്യാമർനെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് പരസ്യം കാണും. അപ്പോൾ ആ പരസ്യം ഇട്ട ഹൗസ് ഓണറിന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രീമിയം അക്കൗണ്ട് വേണം. അപ്പോൾ ഒരു 1 monthന് 34 or 32 എങ്ങാണ്ടോ യൂറോസ് ആണ്. ഞാൻ 3 monthsൻ്റെ ഒരു അക്കൗണ്ടാണ് എടുത്തിരുന്നത്. 3 monthsന് അപ്പോൾ എനിക്ക് 64 or 68 euros ആയി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ അതിൻ്റെ ഹൗസ് ഓണറിനോ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാമർനെറ്റിൽ കുറച്ചുകൂടി ജെന്യുവിൻ ആയിട്ടുള്ള പരസ്യങ്ങളായിരിക്കും, അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. സോ ജെന്യുവിൻ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ നെക്സ്റ്റ് ടിപ്പ് ഈസ്, ഇവിടെ ഒത്തിരി സ്കാമേഴ്സ് ഉണ്ട്. ഒത്തിരി സ്കാമേഴ്സ് ഉണ്ട്. സോ ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്. നിങ്ങളിപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് കേട്ടിട്ട് ക്യാമർനെറ്റും ഫണ്ടേയും പരേറിയസും ഒക്കെ നോക്കിയിട്ട് വല്ല സ്കാമറിൻ്റെയും കയ്യിൽ പെട്ട് പൈസയും അടച്ചിട്ട് അവസാനം ഞാൻ പറഞ്ഞിട്ടാണെന്നൊന്നും പറയരുത്. ഡു യുവർ ഡ്യൂ ഡിലിജൻസ്. നിങ്ങളിപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ ആംസ്റ്റർഡാമിൽ ഒരു കിഡിലം ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ഫോർ 600 euros എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഇസ് ടു ഗുഡ് ടു ബി ട്രൂ, ഇറ്റ് ഡെഫിനറ്റ്ലി ഇസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. ആംസ്റ്റർഡാമിൽ ഒരു
എന്താ പറയുക, ഒരു കുഞ്ഞ് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് കിട്ടണമെങ്കിൽ തന്നെ ഒരു 900,000 100 എബവ് ആയിരിക്കും റെൻ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിക്ക് അത്രയ്ക്ക് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് ഒബ്വിയസ്ലി അത് സ്കാം ആയിരിക്കും. സോ ഡു യുവർ ഡ്യൂ ഡിലിജൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം മറന്നു, ഫേസ്ബുക്ക് ഇസ് വെരി യൂസ്ഫുൾ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളാരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരല്ല. ഇപ്പോൾ അങ്കിൾമാർ ആൻറ്റിമാരൊക്കെയാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ പപ്പയുടെ അക്കൗണ്ട് വഴിയിട്ടാണ് ഞാൻ റൂമൊക്കെ സെർച്ച് ചെയ്തതും അതിനുള്ള അഡ്വർടൈസ്മെൻറ്റ്സിന് റെസ്പോണ്ട് ചെയ്തതും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ചേച്ചിയുടെയോ ചേട്ടൻ്റെ ഒക്കെ അക്കൗണ്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. ദാറ്റ് വോണ്ട് ബി എ പ്രോബ്ലം. പിന്നെ ഫേസ്ബുക്കിൽ ഒരുപാട് ഇന്ത്യൻസിൻ്റെ തന്നെ ഗ്രൂപ്പുണ്ട്. ലൈക്ക് ഇന്ത്യൻസ് ഇൻ നെതർലൻഡ്സ്, ഇന്ത്യൻസ് റെൻറ്റിങ് ഇൻ ആംസ്റ്റർഡാം, യൂട്രെക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻസിൻ്റെ തന്നെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഇന്ത്യൻസ് ആയിരിക്കും അഡ്വർടൈസ്മെൻറ്റ് ഇടുന്നത്. അവർ ഇന്ത്യൻസിനെ ആയിരിക്കും അവർ നോക്കുന്നത് റെൻറ്റ് കൊടുക്കാനായിട്ട്, സ്റ്റുഡൻസിനാണെങ്കിലും വർക്കിംഗ് പ്രൊഫഷണൽസിനാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പൊക്കെ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്കാമേഴ്സ്, ഒബ്വിയസ്ലി ഫേസ്ബുക്കിൽ ഒത്തിരി സ്കാമേഴ്സ് ഉണ്ട്. സോ സ്കാമേഴ്സിനെ പിന്നെ മനസ്സിലാകാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ നിങ്ങളൊരു റൂം കണ്ടു, അവരെ കോൺടാക്ട് ചെയ്തു, പക്ഷെ അവർ പറയുവാണ് നിങ്ങൾക്ക് റൂം കാണിച്ചു തരാനായിട്ട് നിങ്ങളൊരു അഡ്വാൻസ് എമൗണ്ട് പേ ചെയ്യണം, എന്നാൽ ഈ റൂം കാണിച്ചു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ ചെയ്യരുത്. ഓക്കെ, ഇവിടെ നമ്മളൊരു ഒരു ഹൗസ് ഓണറിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ വ്യൂയിങ്ങിന് വിളിക്കും. നമുക്ക് വീട് കാണിച്ചു തരാനായിട്ട് അവർ ഒരു ദിവസം വിളിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളവർ പോയി കണ്ട് സംസാരിച്ച് എല്ലാം ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ ഉറപ്പിക്കാം, ഓക്കെ ഇത് ഇയാളുടെ വീടാണ്, സ്കാമിങ് അല്ല എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആരും ഇല്ല, നിങ്ങൾക്ക് വേണ്ടി പോയി നോക്കാൻ ആരും ഇല്ലെങ്കിൽ ഓൺലൈൻ വ്യൂയിങ്ങിൻ്റെ ഓപ്ഷൻ അവർ തരും. ഓൾമോസ്റ്റ് എല്ലാവരും തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ അവർ വ്യൂയിങ് പറ്റത്തില്ല, ഓൺലൈൻ വ്യൂയിങ് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കാമിങ് ആണ്. ഓക്കെ, സോ ബി വെയർ ഓഫ് ദാറ്റ്. ഒന്നും റൂം കാണാതെ എല്ലാം ഉറപ്പിക്കാതെ ഒരു രൂപ പോലും നിങ്ങൾ ആർക്കും പേ ചെയ്യരുത്. ഇവിടെ ഒത്തിരി സ്കാമേഴ്സ് ഉണ്ട്. ഐ കാൺട്ട് എംഫസൈസ് ദിസ് ഇനഫ്. ഓക്കെ, ഒരുപാട് സ്കാമേഴ്സ് ഉണ്ട്. സോ പ്ലീസ് ആർക്കും വെറുതെ പൈസ കൊടുക്കരുത്. നിങ്ങളിനി എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും കൊടുക്കരുത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫേസ്ബുക്ക്. സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ഒത്തിരി കാണും. അപ്പോൾ അത് ഒരു വീടായിരിക്കും, ആ വീട്ടിൽ കുറേ റൂമുണ്ടായിരിക്കും, ആ റൂമിലെല്ലാം ഒരു റൂമിൽ ഒരു സ്റ്റുഡൻറ്റ് അങ്ങനെയായിരിക്കും. അപ്പോൾ അതാണ് സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ. അവരിങ്ങനെ പാർട്ടി അത് ഇത് അങ്ങനത്തെയൊക്കെ കുറേ സംഭവങ്ങളായിരിക്കും, ഫുള്ള് ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിൽ. അപ്പോൾ ചില സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിൽ അവർ സ്പെസിഫിക്കലി പറഞ്ഞിരിക്കും ഇത് ഡച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, അവർ ഡച്ച് ആൾക്കാരെ മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം, ഇറ്റ്സ് അപ് ടു യു. ബട്ട് ഇഫ് ഇറ്റ് വെർ മീ, ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യില്ല. ഓക്കെ, ഡച്ച് അവരൊരു റിക്വയർമെൻ്റ് ആയിട്ട് പറയുവാണെങ്കിൽ അവർ ഡച്ച് സ്റ്റുഡൻസിനെ ആയിരിക്കും നോക്കുന്നത്. ഇറ്റ്സ് ദ ട്രൂത്ത്. അവരങ്ങനെയല്ലേ പ്രിഫർ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ മലയാളിയെ കണ്ടാൽ നമ്മൾ മലയാളിയല്ലേ പ്രിഫർ ചെയ്യത്തുള്ളൂ, ഡിപ്പെൻസ്. ബട്ട് സ്റ്റിൽ അപ്പോൾ അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് നിങ്ങൾ നോക്കി കണ്ടുമൊക്കെ എന്തായാലും ഫുൾ ഡിസ്ക്രിപ്ഷൻ വായിക്കുക, റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ പറയുന്നുണ്ട്. ചിലതിൽ പറയും അവർ സ്മോക്ക് ചെയ്യുന്നുണ്ട്, അവർ ഡ്രിങ്ക്സ് ഒക്കെ എടുക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയും. ചിലർ പറയും ഇവിടെ സ്മോക്കിംഗ് അലോ ചെയ്യില്ല. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ റൂംസ് നോക്കുക. ഓക്കെ, പിന്നെ ഞാനിവിടെ വന്ന ഉടനെ ഞാൻ ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൽ അല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് ഓഗസ്റ്റാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെ. ഞാൻ നവംബറിലാണ് ഈ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറിയത്. ഒക്ടോബർ അവസാനം വരെ ഞാൻ താമസിച്ചത് ഡോം റൂമിലാണ്. ഡോം റൂം എന്ന് പറയുമ്പോൾ ഈ സെയിം അപ്പാർട്ട്മെൻറ്റ് തന്നെ, പക്ഷേ ഇതിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സൈഡിൽ ഒരു ബെഡ്, ഒരു സൈഡിൽ ഒരു ബെഡ്. എൻ്റെ നടുക്കൊരു ഡിവൈഡിങ് ഒരു സംഭവം, ഒരു സ്റ്റാൻഡ് പോലെ ഒരു സംഭവം കാണും. എന്നിട്ട് എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യും. ലൈക്ക് ഈ ലിവിങ് ഏരിയ പിന്നെ കിച്ചൺ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യും. അതായിരുന്നു എൻ്റെ ഡോം റൂം. അപ്പോൾ ഡോം റൂമിൽ ഞാൻ പേ ചെയ്തത് 485 ആയിരുന്നു. ഇപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ ഇഫക്റ്റീവ്ലി വിത്ത് റെൻറ്റ് ബെനിഫിറ്റ് ഞാൻ പേ ചെയ്യുന്നത് 300 സംതിങ് ആണ്. താങ്ക് ഗോഡ് എനിക്ക് റെൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റി. അന്നേരം ഈ ഒരു ഫ്ലാറ്റ് അവൈലബിൾ ആയത് കൊണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ആ കോൺട്രാക്റ്റിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകേണ്ടി വരുമായിരുന്നു. അന്നേരം ഞാനൊരു ജർമ്മൻ കുട്ടിയായിട്ടായിരുന്നു എൻ്റെ റൂം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് സ്റ്റുഡൻസിന് ഹെൽപ്പ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ട്വൻറ്റ് എൻ്റെ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റി കുറച്ച് ഹെൽപ്പ് കൊടുക്കും. അതിനുള്ള ഒരു ഹെൽപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ വേറെ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യില്ല. സോ ആസ് സ്റ്റുഡൻറ്റ് സർവീസസ് ഓഫ് യുവർ യൂണിവേഴ്സിറ്റി അവർ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുമോ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ അവരുടെ ഹെൽപ്പ് ഡെഫിനറ്റ്ലി എടുക്കുക. അവരാരെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനൊക്കെ ഉള്ള നമ്പർ തരും. അങ്ങനെ കോൺടാക്ട് ചെയ്യാനൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിനിൽ നോക്കുക. ലിങ്ക്ഡിനിൽ പോയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കുട്ടികളുടെ അക്കൗണ്ട് ഒക്കെ നോക്കുക. ഇന്ത്യക്കാരൊക്കെ കാണും, അവർക്ക് അങ്ങനെ ലിങ്ക്ഡിനിൽ മെസ്സേജ് ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. വൈ ഷുഡ് ഐ ലൈക്ക്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക്ഡിൻ വഴി
ഒരു കുട്ടിക്ക് ഇപ്പോൾ പേര് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, എനിവേസ് ആ കുട്ടിക്ക് ഞാൻ ചോദിച്ചു. ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ കുട്ടിയാണ് പറഞ്ഞത് ഈ സ്റ്റുഡൻസ് ഡേയുടെ കാര്യവും അതും ഇതൊക്കെ. പിന്നെ ഞാൻ ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്യാമറനെറ്റ് പരേരിയസ് ഫണ്ട് ഇതൊന്നും അല്ല യൂസ് ചെയ്തത്. കാരണം ഞാൻ നോക്കിയപ്പോൾ എന്താ പറയുക, എനിക്കത് ഞാൻ നോക്കിയപ്പോൾ ഈ ലിയോ വാർഡനിൽ സ്റ്റുഡൻസ് ഡേ ഈ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു, അറിയായിരുന്നല്ല ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അവർ ഡയറക്റ്റ് വെബ്സൈറ്റ് വഴിയിട്ടാണ്, അതിന് ഈ ക്യാമറനെറ്റ് അങ്ങനത്തെ വെബ്സൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ ഇവർ ഇങ്ങനെ റൂം അവൈലബിൾ ആകുമ്പോൾ ഇവരിങ്ങനെ ഇടുമായിരുന്നു. അങ്ങനെ ഇവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. പക്ഷേ ഇവർക്ക് വേറെ സിറ്റീസിലൊന്നും ഇവരുടെ ഇതിൽ ഇല്ല. ഓക്കെ, പക്ഷേ ഇവരുടെ പോലത്തെ വേറെയും എന്താ പറയുക കമ്പനീസ് ഉണ്ട്. അതിൻ്റെയും ഒരു ലിസ്റ്റ്, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ കമ്പനീസിൻ്റെ റെൻറ്റ് കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടുതലായിരിക്കും, സ്റ്റുഡൻറ്റ് ഹൗസിങ്ങിനേക്കാളും കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് സ്റ്റുഡൻസ് ഡേയുടെ വെബ്സൈറ്റിൽ വഴിയിട്ടാണ്. കാരണം എൻ്റെ സിറ്റി ലീവ് വാർഡൻ ആയതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ വേറെ സിറ്റിയിൽ എൻസ്കെഡയിലോ അല്ലെങ്കിൽ ഡെൽഫ്റ്റിലോ ഡെൻഹാഗിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് ഡേ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്യാമറനെറ്റ് ഫണ്ട പരേരിയസ് ഈ പറഞ്ഞ പിന്നെ ഫേസ്ബുക്കൊക്കെ വഴിയിട്ട് നിങ്ങൾക്ക് ഒരു റൂം റെഡിയാക്കാനായിട്ടുള്ള ചാൻസ് വരത്തുള്ളൂ. ആൻഡ് ഐ തിങ്ക് ദീസ് ആർ ഓൾ ദി ടിപ്സ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധം അക്കോമഡേഷൻ്റെ കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കവർ ചെയ്തെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തെങ്കിലും കവർ ചെയ്യാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിന് റെസ്പോണ്ട് ചെയ്യാം. പിന്നെ ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ മേക്ക് ഷുവർ യു ലൈക്ക് ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സെൻഡ് ചെയ്ത് കൊടുത്ത ഉപയോഗം വരും എന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ദിസ് വീഡിയോ. പിന്നെന്താ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ആണെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കണം, അത് അഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ ഇതർ റിപ്ലൈ ടു യുവർ കമൻറ്റ് അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഐ ഗോ ത്രൂ ഓൾമോസ്റ്റ് ഓൾ യുവർ കമൻറ്റ്സ്. ഇപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാകാനാണ് ചാൻസ്. 90% ഓഫ് ദ ടൈം ദാറ്റ്സ് വാട്ട് ഐ ഡു. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Bye.